Welcome to the world of politics and business. കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 27 അർദ്ധരാത്രി മുതൽ ഇന്ത്യക്ക് മേൽ US അടിച്ചേൽപ്പിച്ച താരിഫ് നയം മൂലം പ്രതിസന്ധിയിലായിരുന്ന നമ്മൾ കരുതുന്ന ഒരു കമ്പനിയാണ് കിറ്റക്സ് ഗാർമെന്റ്സ് കേരള ബേസ്ഡ് കമ്പനി. ഈ കമ്പനിയുടെ MD ശ്രീമാൻ സാബു ജേക്കബ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയിലുടനീളം അദ്ദേഹം 1000 ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് എന്നുള്ളത്. ഇത്രയും നാൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഗാർമെന്റ്സ് ഈ താരിഫ് നയം മൂലം പ്രതിസന്ധിയിലാവുകയും അദ്ദേഹം പെട്ടെന്ന് ഇന്ത്യൻ മാർക്കറ്റ് കണ്ടെത്തുകയും ചെയ്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് ശരിയാണോ? ഇത്രയും നാൾ അദ്ദേഹം ഇന്ത്യൻ മാർക്കറ്റ് കണ്ടെത്താൻ അദ്ദേഹത്തിന് സഹായിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു ബിസിനസ്മാൻ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ഇപ്പോൾ ട്രംപിൻ്റെ ഈ നയം മൂലമാണോ കണ്ടെത്താൻ സാധിച്ചത്? ഉത്തരം വളരെ സിമ്പിളാണ്. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ ഇന്ത്യയിൽ ഇല്ല, പ്രത്യേകിച്ച് ഗാർമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ. ഗാർമെൻറ്റ്സ്, ടെക്സ്റ്റൈൽ തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ബൈങ് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ ഒരു ഡ്യൂറബിൾ ഗുഡ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് അവർ ഒരു ഷർട്ട് മേടിച്ചു കഴിഞ്ഞാൽ അത് 6 മാസത്തിലധികം, പ്രത്യേകിച്ച് ഒരു 2 വർഷത്തേക്ക് തന്നെ ഉപയോഗിക്കും. അതായത് പർച്ചേസിംഗ് റെപ്യൂട്ടേഷൻസ് കുറയും. എന്നാൽ അമേരിക്കക്കാർ അങ്ങനെയല്ല. അതിനെ ഒരു FMCG പ്രൊഡക്റ്റ് ആയിട്ടാണ് ഒരു വസ്ത്രങ്ങളെ അവർ കാണുന്നത്. അവർക്ക് ഒരു ഷർട്ടോ മറ്റും മേടിച്ചു കഴിഞ്ഞാൽ അത് പുതിയ ട്രെൻഡ് വരുമ്പോൾ അവർ ഉടൻ തന്നെ അത് മാറ്റും. കൂടി വന്നാൽ 3 മാസം അല്ലെങ്കിൽ പരമാവധി 6 മാസം. അപ്പോൾ കൂടുതൽ മാർക്കറ്റ് കിട്ടുന്ന ഒരു മേഖലയാണ് വസ്ത്ര മേഖല എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. മാത്രമല്ല അമേരിക്കയിലെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റൈൽ കമ്പനികളൊന്നും തന്നെ കാര്യമായിട്ടില്ല, നിർമ്മാണ കമ്പനികളില്ല. അപ്പോൾ അവർ കൂടുതലും ഇമ്പോർട്ടിനെ ആശ്രയിച്ചിട്ടാണ് ആ മേഖല നിലനിൽക്കുന്നത്. അപ്പോൾ ഏകദേശം 33 ലക്ഷത്തോളം പീസുകൾ ഒരു മാർക്കറ്റും ചെയ്യാതെ അമേരിക്കൻ മാർക്കറ്റിംഗ് കമ്പനികളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ, അത് ഉയർന്ന റേറ്റിൽ എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏത് ബിസിനസ്മാനും ഓപ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് പെട്ടെന്ന് നിലച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കണ്ടുപിടിക്കുന്നത്. ഇന്ത്യയിൽ ഔട്ട്ലെറ്റ് സ്ഥാപിച്ച സ്വാഭാവികമായിട്ടും നല്ല കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും, പ്രൈസ് വാർ ഉണ്ടാവും. ഇതെല്ലാം അതിജീവിച്ച് വേണം ഇന്ത്യൻ മാർക്കറ്റ് നടത്താൻ. എങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യയിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒരുപോലെ ബിസിനസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.